ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുമ്പോൾ മൂന്നാളുകൾ വിജനമായ ഒരു സ്ഥലത്ത് വാനിന്റെ അകത്തിരിക്കുകയാണ്. ഇവര് 3 പേരും സയന്റിസ്റ്റ് ആണ്. അതിൽ ജെയിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മെന്ററായ എറിക് സെൽവിഗും അസിസ്റ്റന്റ് ആയ ഡാർസിയുമാണ് അവളുടെ കൂടെയുള്ളത്. അവൾ ഇതിനു മുമ്പും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. 17 തവണയായിട്ട് കാലാവസ്ഥയിൽ പല വ്യതിയാനങ്ങൾ അവൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ സെൽവിഗിനും കൂടെ കാണിച്ചു കൊടുക്കാനാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. കുറെ നേരമായിട്ട് അവൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രതിഭാസമൊന്നും ആകാശത്ത് കാണുന്നില്ല. അതെല്ലാം കാണുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്, അല്ലാതെ കാലാവസ്ഥാ നിരീക്ഷകയല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെയാണ് സെൽവിഗ് പറയുന്നത്. പക്ഷെ അവളാണെങ്കിൽ പോവാൻ കൂട്ടാക്കുന്നില്ല. ഇനിയും അതുപോലത്തെ ചേഞ്ചസ് ആകാശത്ത് കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആകാശത്തിൽ ഒരു തരത്തിലുള്ള ലൈറ്റ് പ്രകാശിക്കുന്നത്. അത് കാണുമ്പോൾ സെൽവിഗിനും ശരിക്കും അത്ഭുതമായി. അയാളും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഏരിയയിലേക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് വളരെ ശക്തമായിട്ടുള്ള ഒരു ലൈറ്റ് താഴേക്ക് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ വണ്ടി നേരെ ചെന്ന മനുഷ്യനിട്ടാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ചു പോവുകയും ചെയ്യുന്നു. അവർ 3 പേർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അയാളാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അയാൾ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ആലോചിച്ച് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവർ 3 പേരും. ആരാണ് അങ്ങോട്ട് വന്ന അയാൾ എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ഒരു AD 965 ആവുമ്പോഴേക്കും മനുഷ്യർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഈ ലോകത്ത് തനിച്ചല്ല, വേറെയും കുറെ ലോകങ്ങളുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ ആ ലോകങ്ങളെ കണ്ടത് ദൈവത്തിന്റെ സ്ഥലമായിട്ടാണ്. എന്നാൽ ബാക്കിയുള്ളവരാവട്ടെ ആ ലോകത്തെ ശരിക്കും ഭയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരിക്കൽ അന്ധകാരത്തിന്റെയും അതിശൈത്യത്തിന്റെയും ഒരു ലോകത്ത് നിന്നും ഒരു കൂട്ടം പടയാളികൾ ഭൂമിയിലേക്ക് വരികയുണ്ടായി. അവരുടെ ലോകത്തിന്റെ പേര് ജോട്ടൻഹൈം എന്നായിരുന്നു. വളരെ ക്രൂരന്മാരായിരുന്നു അവർ. അവരെ പറയുന്നത് ഫ്രോസ്റ്റ് ജയന്റ്സ് എന്നാണ്. അവരെ നയിച്ചിരുന്ന ആളുടെ പേരാണ് ലോഫെ. അവരുടെ കയ്യിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എനർജി സോഴ്സ് ഉണ്ട്. കാസ്കറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അത് വെച്ച് ഭൂമിയിൽ വീണ്ടും ഒരു ഐസേജ് സൃഷ്ടിക്കാനായിരുന്നു അവരുടെ ശ്രമം. അവർ ആ പണിയൊക്കെ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യർ ഒറ്റയ്ക്കായിരുന്നില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ലോകത്തു നിന്നും കുറെ ആളുകൾ വന്നു. അവരെ നയിച്ചിരുന്ന അവരുടെ രാജാവിന്റെ പേരാണ് ഓഡിൻസൺ. അങ്ങനെ ആ 2 ഗ്രൂപ്പുകളും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ആ ഫ്രോസ്റ്റ് ജയന്റ്സിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മുഴുവൻ ഫ്രോസ്റ്റ് ജയന്റ്സിനെയും ഓഡിൻസനും കൂട്ടരും അവരുടെ ലോകത്തേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ആ യുദ്ധത്തിൽ ഓഡിൻസന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രോസ്റ്റ് ജയന്റ്സിന്റെ ആ പവർ സോഴ്സും എടുത്തിട്ടാണ് ഓഡിൻസൺ അയാളുടെ ലോകത്തേക്ക് തിരിച്ചു പോയത്. ആ പവർ സോഴ്സ് ഇപ്പോൾ ഓഡിൻസന്റെ ലോകത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ സാമ്രാജ്യത്തിന്റെ പേരാണ് ആസ്ഗാർഡ്. ഒരുപക്ഷെ ഈ കഥകളെല്ലാം ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് വെറും ഐതിഹ്യങ്ങൾ മാത്രമാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ലോകങ്ങളിൽ മൊത്തം സമാധാനം കൊണ്ടുവന്നത് ആസ്ഗാർഡിലെ രാജാവും അയാളുടെ പോരാളികളുമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആസ്ഗാർഡിലെ രാജാവായ ഓഡിൻ ഇപ്പോൾ അയാളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അയാൾക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവന്റെ പേര് തോർ എന്നും ഇളയവന്റെ പേര് ലോക്കി എന്നുമാണ്. ചെറുപ്പത്തിൽ തന്നെ തോർ ശരിക്കും ഒരു രക്തത്തിളപ്പുള്ള പയ്യനായിരുന്നു. എന്നാൽ ലോക്കി ആവട്ടെ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു പയ്യനാണ്. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ തോർ ആണെങ്കിൽ ശരിക്കും ആവേശത്തിലിരിക്കുകയാണ്. ഇനി എങ്ങാനും ആ ഫ്രോസ്റ്റ് ജയന്റ്സ് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്നാണ് തോർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ അച്ഛൻ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു ബുദ്ധിയുള്ള രാജാവ് യുദ്ധം തേടി പോകത്തില്ല, എന്നാൽ എപ്പോഴും അവൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയും ചെയ്യും. ഈ ഒരു ഉപദേശമാണ് അയാൾ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഓഡിന്റെ 2 മക്കളും വളർന്നു വലുതായി. ഇനിയിപ്പോൾ രാജ്യം അവർക്ക് കൈമാറണം. ഒരാൾക്ക് മാത്രമേ രാജാവായിട്ട് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഡിൻ രാജാവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് തോറിനെയാണ്. അവന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. ഈ ചുറ്റികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ ഹൃദയം കൊണ്ടാണ് ആ ചുറ്റിക നിർമ്മിച്ചിരിക്കുന്നത്. ആ ചുറ്റികയുടെ പേര് മ്യോൾനിയർ എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ആ ചുറ്റികയുടെ ശക്തിക്ക് പകരം വെക്കാൻ മറ്റൊരു ശക്തിയുമില്ല. അതുള്ളത് കൊണ്ട് തോറും അത്രത്തോളം പവർഫുൾ ആണ്. ആസ്ഗാർഡിലെ രാജാവ് എന്ന് പറയുന്നത് ആ ഒരു സാമ്രാജ്യത്തിലെ ജനങ്ങളെ മാത്രമല്ല സംരക്ഷിക്കേണ്ടത്. ആസ്ഗാർഡുമായി ബന്ധപ്പെട്ട് 9 ലോകങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ ഭൂമിയും. ആ 9 ലോകങ്ങളിലെ ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ആസ്ഗാർഡിലെ രാജാവിന്റെ ചുമതല. അങ്ങനെ തോറിന്റെ കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഫ്രോസ്റ്റ് ജയന്റ്സിൽ ചില ആളുകൾ പെട്ടെന്നാണ് ആസ്ഗാർഡിലേക്ക് നുഴഞ്ഞു കയറുന്നത്. അവർ നേരെ പോകുന്നത് ആ ഫ്രോസ്റ്റ് ജയന്റ്സിന്റെ പവർ സോഴ്സ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവരങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഓഡിൻ ആ കാര്യം സെൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രോസ്റ്റ് ജയന്റ്സിനെ കൊല്ലാൻ വേണ്ടി അയാളുടെ മറ്റൊരു പടയാളിയെ അയക്കുകയാണ്. ഇവന്റെ പേര് ഡെസ്ട്രോയർ എന്നാണ്.
ഒരു ഇരുമ്പ് മനുഷ്യനാണ് ഇവൻ. അതിശക്തമായ തീയാണ് അവന്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വരിക. അങ്ങനെ അവർ ആ പവർ സോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡെസ്ട്രോയർ ആ 3 ഫ്രോസ്റ്റ് ജയൻസിനെയും കൊന്നുകളയാണ്. അതിനുശേഷം അവന്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഓഡിനും ബാക്കിയുള്ളവരും അങ്ങോട്ട് വരുന്നത്. ഫ്രോസ്റ്റ് ജയൻസ് ആണ് അങ്ങോട്ട് വന്നതെന്ന് കാണുമ്പോൾ തോറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവന്മാർക്ക് ഇതിനകത്തേക്ക് കയറാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? നമുക്ക് ഉടനെ തന്നെ അവന്മാരുമായിട്ട് ഒരു യുദ്ധം ചെയ്യണം എന്നൊക്കെയാണ് തോർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിനിവിടെ നിന്ന് അവരൊന്നും കൊണ്ടുപോയില്ലല്ലോ, അവരെല്ലാവരും മരിക്കുകയും ചെയ്തു. ഇനി ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കിയാൽ മതി എന്നാണ് ഓഡിൻ പറയുന്നത്. അയാൾ അങ്ങനെ പറയുമ്പോൾ തോറിന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊരു രാജാവാണ്! ഒരു രാജാവാണെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഞാനിപ്പോൾ രാജാവാണ്, ഇത് എന്റെ യുദ്ധമാണ്, ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് തോർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് നീ എപ്പോഴാണ് രാജാവായത്? നിന്നെ ഞാൻ രാജാവാക്കിയിട്ടില്ലല്ലോ, ആക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓഡിൻ അവിടെ നിന്ന് പോവാണ്. പക്ഷെ തോറിന്റെ ദേഷ്യം ഇതുവരെ വിട്ടടങ്ങിയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ലോക്കി അങ്ങോട്ട് വരുന്നത്. ഈ സമയം തന്നെ അവന്റെ വേറൊരു 3 ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ലോക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അവരിൽ 3 പേർ നമ്മുടെ ആയുധപ്പുരയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അവർ വരുന്നത് ഒരു സൈന്യമായിട്ടായിരിക്കും. അതുകൊണ്ട് യുദ്ധം വേണം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അച്ഛൻ യുദ്ധം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ലോക്കി പറയുന്നത്. പക്ഷെ ഓഡിൻ അങ്ങനെ പറഞ്ഞെങ്കിലും തോർ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്തായാലും ഉടനെ തന്നെ ആ ഫ്രോസ്റ്റ് ജയൻസിന്റെ അടുത്ത് യുദ്ധം ചെയ്യണം, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് മാത്രമാണ് തോർ ചോദിക്കുന്നത്. അവൻ നിർബന്ധിക്കുമ്പോൾ അവർക്ക് പോവാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവരെല്ലാവരും ആ ജോട്ടൻഹൈം എന്ന സാമ്രാജ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. അവരൊരു ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്രിഡ്ജിന്റെ അറ്റത്താണ് ആസ്ഗാർഡിന്റെ കാവൽക്കാരൻ നിൽക്കുന്നത്. ഇവന്റെ പേര് ഹൈംഡാൽ എന്നാണ്. ഇവൻ അറിയാതെ ആർക്കും ആസ്ഗാർഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല ആസ്ഗാർഡിനെ ചുറ്റി നിൽക്കുന്ന എല്ലാ ലോകത്തിലും നടക്കുന്ന കാര്യങ്ങൾ ഇവന് സെൻസ് ചെയ്യാനും സാധിക്കും. പക്ഷെ ഇപ്പോൾ ആസ്ഗാർഡിലേക്ക് 3 ഫ്രോസ്റ്റ് ജയൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് മാത്രം അവന് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. ഈ സമയം അവരെല്ലാവരും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹൈംഡാൽ അവരെ തടഞ്ഞു നിർത്തുകയാണ്. പക്ഷെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ജോട്ടൻഹൈമിലേക്ക് പോണം എന്ന് തോർ പറയുമ്പോൾ ഹൈംഡാലിന് മറ്റൊരു നിവൃത്തിയുമില്ല. അയാൾ വേഗം തന്നെ അവരെ കടത്തിവിടുകയാണ്. അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തോർ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ജോട്ടൻഹൈമിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്ന കാര്യം അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് തോറും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ലോക്കി അവരുടെ പുറകെ ചെല്ലുന്നത്. അവർ നിൽക്കുന്ന സെന്റർ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടേക്ക് ഹൈംഡാലിന്റെ വാൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് ലോകത്തേക്കാണോ പോകേണ്ടത് അങ്ങോട്ടൊരു ബ്രിഡ്ജ് ഓപ്പൺ ആവും. ആ ബ്രിഡ്ജിന്റെ പേര് ബൈഫ്രോസ്റ്റ് എന്നാണ്. ഒരു തരത്തിലുള്ള വേം ഹോൾ ആണത്. അതുവഴിയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹൈംഡാൽ ആ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാണ്. അവർ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ തിരിച്ചുവരവ് ആസ്ഗാർഡിന് ഭീഷണിയാണെങ്കിൽ എനിക്ക് ഈ ബ്രിഡ്ജ് ഓപ്പൺ ആക്കി തരാൻ സാധിക്കത്തില്ല, നിങ്ങൾ ആ ജോട്ടൻഹൈമിൽ കിടന്ന് മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഹൈംഡാൽ അവരെ പോകാൻ അനുവദിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ആ ബ്രിഡ്ജിലൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ വളരെ വേഗത്തിൽ അവർ നേരെ ആ ജോട്ടൻഹൈം എന്ന സാമ്രാജ്യത്തിലേക്ക് ലാൻഡ് ചെയ്യാണ്. അങ്ങനെ അവർ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ലോഫെ അവിടെ ഇരിക്കുന്നുണ്ട്. ലോഫയെ കാണുമ്പോൾ തോർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആളുകൾ ആസ്ഗാർഡിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങളെ ചതിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സാമ്രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ് ലോഫെ മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരം ഒരു ഫൈറ്റിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ലോഫയാണെങ്കിൽ അതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് അയാൾ ഒരു യുദ്ധത്തിന് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ തോറാണെങ്കിൽ യുദ്ധം ചെയ്തേ അടങ്ങൂ എന്ന നിലയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഫ്രോസ്റ്റ് ജയൻസ് ആരുടെങ്കിലും ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ ശരീരഭാഗം ഐസായി പോകും. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ തോർ അവന്റെ എല്ലാ ഫ്രണ്ട്സിനും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു ഫ്രോസ്റ്റ് ജയന്റ് ലോക്കിയെ തൊട്ടപ്പോൾ അവന്റെ കൈക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ ആ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തോറിന്റെ ഫ്രണ്ടായ ഫാൻഡ്രാലിന് അപകടം പറ്റുന്നത്. അത് കാണുമ്പോൾ ഇനി യുദ്ധം ചെയ്യുന്നത് എല്ലാവർക്കും അപകടമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ തോറിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തോറാണെങ്കിൽ അവരെല്ലാവരെയും കൊന്നിട്ട് അടങ്ങൂ എന്ന വാശിയിലാണ്. ഈ സമയത്താണ് ലോഫെ അവിടെയുള്ള ഒരു ഭീകര ജീവിയെ പുറത്തേക്ക് വിടുന്നത്. അത് കണ്ട ഉടനെ തന്നെ ലോക്കിയും കൂട്ടിനും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ ജീവിയാണെങ്കിൽ അവരെയും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തോർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ ചുറ്റിക എടുത്തിട്ട് നിലത്തൊരൊറ്റ അടി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ മൊത്തത്തിൽ തകർന്നു വീഴാണ്. അതിൽപ്പെട്ട് ആ ജീവിയും താഴേക്ക് വീണു പോകുന്നു. പക്ഷെ അവർ ആ സാമ്രാജ്യത്തിന്റെ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ആ ജീവി പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വരികയാണ്. അതിനെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് തോർ പെട്ടെന്ന് അങ്ങോട്ട് പറന്നു വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ജീവിയുടെ
ജീവിയുടെ വായ്ക്കകത്തുകൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ആ ജീവി ചത്തു വീഴുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ആ സന്തോഷം അധിക സമയത്തേക്കില്ല. പെട്ടെന്ന് ആ ഫ്രോസ്റ്റ് ജെയിൻസ് എല്ലാവരും കൂടെ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. അങ്ങനെ വീണ്ടും ഒരു ഫൈറ്റ് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓഡിൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അച്ഛനെ കാണുമ്പോൾ തോറിന് ശരിക്കും സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും കൂടെ യുദ്ധം ചെയ്ത് ഉമ്മാരെ എല്ലാവരെയും കൊല്ലാം എന്നാണ് തോർ അവന്റെ അച്ഛനോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരക്ഷരം നീ ഇനി മിണ്ടിയേക്കരുത് എന്നാണ് ഓഡിൻ പറയുന്നത്. അതിനുശേഷം അയാൾ നേരെ ലോഫയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്തിനാണ് നമുക്ക് ഈ യുദ്ധം, ഈ ഫൈറ്റ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ മകന്റെ ഒരു അറിവില്ലായ്മയായിട്ട് നീ കരുതിയാൽ മതി. നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ, ഇനി യുദ്ധം ചെയ്യത്തില്ലാന്ന്, അത് തന്നെ തുടർന്നു പോവാം എന്നാണ് ഓഡിൻ പറയുന്നത്. എന്നാൽ ലോഫെ അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ മകന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും എന്തായാലും യുദ്ധം ആരംഭിച്ചില്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണ് ലോഫെ പറയുന്നത്. അതിനുശേഷം അവൻ ഓഡിനെ കുത്താൻ വേണ്ടി ഒരു ഐസ് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഓഡിൻ അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം എല്ലാവരെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതൊക്കെ കണ്ട് ലോഫയാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഓഡിൻ എല്ലാവരെയും കൊണ്ട് അയാളുടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ആ യുദ്ധത്തിന് പോയതുകൊണ്ട് തന്നെ ഓഡിൻ ശരിക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നിന്നോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ യുദ്ധം ചെയ്യാൻ പോയി. അപ്പോൾ നീ ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാനല്ല ശ്രമിക്കുന്നത്, നീ അക്രമത്തിന്റെ പുറകിലാണ്. മാത്രമല്ല നീ അവിവേകിയും അഹങ്കാരിയുമാണ്. നിന്നെ രാജാവാക്കാൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഇനി രാജാവാൻ നിനക്ക് അർഹതയില്ല. മാത്രമല്ല നിന്റെ ശക്തിയും ഞാൻ തിരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഓഡിൻ ആ ചുറ്റികയാണ് ആദ്യം തിരിച്ചെടുക്കുന്നത്. അതിനുശേഷം ആ ചുറ്റിക വെച്ച് തോറിന് ആ ലോകത്ത് നിന്നും പുറത്തേക്കെറിയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഓഡിനാണെങ്കിൽ ആ ചുറ്റിക ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ചുറ്റിക ആര് കയ്യിലെടുക്കുന്നോ അയാൾ അർഹിക്കുന്നുണ്ടെങ്കിൽ തോറിന്റെ മുഴുവൻ ശക്തിയും അയാൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ചുറ്റികയും പുറത്തേക്ക് എറിയാണ്. അങ്ങനെയാണ് തോർ ഭൂമിയിലേക്ക് എത്തിയത്. ഈ സമയം ജെയിനും ടീമും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതിനിടയിൽ തോറിന് ബോധം വരുന്നുണ്ട്. അവൻ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് അവൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഡാർസി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്താണ്. അതിനുശേഷം എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ ചുറ്റികയും ഭൂമിയിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഒരാളിപ്പോ ആ ചുറ്റിക വന്ന് വീണ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ ആ ക്രേറ്ററൊക്കെ കാണുമ്പോൾ അയാൾക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ അയാൾ വേഗം ചെന്ന് ആ ചുറ്റിക അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ എത്ര ശ്രമിച്ചിട്ടും ആ ചുറ്റിക അയാൾക്ക് പൊക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ജെയിനും കൂട്ടരും കൂടെ അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. തലേ ദിവസം അവരൊരു ലൈറ്റ് കണ്ടായിരുന്നല്ലോ, അതൊരു വേം ഹോൾ ആണ് എന്നാണ് ജെയിൻ പറയുന്നത്. അത് കേൾക്കുമ്പോ നീ എന്ത് പ്രാന്താണ് ഈ പറയുന്നത്? വേം ഹോളോ? അതൊക്കെ ഒരു തിയറി മാത്രമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തെളിയിച്ചിട്ടില്ല എന്നാണ് സെൽവികിന്റെ അഭിപ്രായം. ഈ സമയത്താണ് ഡാർസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ലൈറ്റ് ഉണ്ടായതിനെ തുടർന്ന് അവർ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് വഴിയാണ് ആ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീണ്ടും തോറിനെ കാണാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ആ ചുറ്റികയുടെ അടുത്ത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ആ ചുറ്റിക എടുത്ത് പൊക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരെ കൊണ്ട് അത് പൊക്കാൻ സാധിക്കുന്നില്ല. ഒരാളാണെങ്കിൽ അയാളുടെ ട്രക്ക് ഉപയോഗിച്ചിട്ട് അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ ട്രക്കിന്റെ പുറകുഭാഗം പൊളിഞ്ഞു എന്നല്ലാതെ ആ ചുറ്റികയ്ക്ക് ഒരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷീൽഡിലെ ഏജന്റായ കോൾസൺ അങ്ങോട്ട് വരുന്നത്. ഈ സീനാണ് അയൺമാൻ 2ന്റെ അവസാനം നമ്മൾ കണ്ടത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ ഉടനെ തന്നെ നിക് ഫ്യൂരിയെ വിളിച്ച് അയാൾ കണ്ടെത്തിയ കാര്യം പറയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. തോറിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. തോറിനെ അവിടെ നിന്ന് പുറത്താക്കിയതിൽ അവർക്ക് ശരിക്കും വിഷമമുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർ ജോട്ടൻഹൈമിലേക്ക് പോയ കാര്യം ആരാണ് ഓഡിനെ അറിയിച്ചതെന്നാണ്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ലോക്കി അങ്ങോട്ട് വരുന്നത്. ലോക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറിന്റെ വാക്ക് കേട്ട് നമ്മൾ ഒരിക്കലും ജോട്ടൻഹൈമിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. നമ്മൾ പോയ ഉടനെ ആ കാര്യം അച്ഛനെ അറിയിക്കാൻ വേണ്ടി ഞാനാണ് ഹൈംഡാലിന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ലോക്കി പറയുന്നത്. അത് കേൾക്കുമ്പോ എങ്കിൽ നിനക്ക് അച്ഛനോടൊന്ന് സംസാരിച്ചൂടെ, എങ്ങനെയെങ്കിലും തോറിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്നാണ് സിഫ് പറയുന്നത്. ഇല്ല സിഫ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. തോറിന്റെ കാര്യത്തിൽ ഞാൻ അച്ഛന്റെ കൂടെ തന്നെയാണ്. ഒരിക്കലും ഒരു രാജാവും പ്രവർത്തിക്കാത്ത രീതിയിലാണ് അവൻ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും അച്ഛന്റെ അടുത്ത് ഈ കാര്യം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ലോക്കി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ പോയി കഴിയുമ്പോൾ അവർ ലോക്കിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ലോക്കിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഹോഗൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോട്ടൻഹൈമിലേക്ക് പ്രവേശിച്ചപ്പോ ആ ലോഫെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആസ്ഗാർഡിൽ ഒരുപാട് ചതിയന്മാരുണ്ടെന്ന്. എന്തുകൊണ്ട് അത് ലോക്കി ആയിക്കൂടാ? അവനൊരു മായാജാലക്കാരനാണ്. ഒരുപക്ഷെ അവനായിരിക്കും ആ ജയൻ ഫ്രോസ്റ്റിനെ ഇതിനകത്തേക്ക് കടത്തിവിട്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോഗൻ പറയുന്നത്. ഈ സമയം തന്നെ ലോക്കി ഇപ്പോൾ ആ പവർ സോഴ്സിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവൻ അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അവന്റെ മുഖവും ആ ജയൻ ഫ്രോസ്റ്റിന്റെ
ഭൂതത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവൻ എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. ഈ സമയത്താണ് ഓഡിൻ അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ ലോക്കി ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നോട് സത്യം പറയണം. അന്ന് ആ ഫ്രോസ്റ്റ് ജയൻസിനെ എല്ലാം തോൽപ്പിച്ചു കഴിഞ്ഞ് ഈ കാസ്കറ്റ് മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ എന്നാണ് അവൻ ചോദിക്കുന്നത്. അല്ല ലോക്കി, ഈ കാസ്കറ്റ് മാത്രമല്ല, നിന്നെ ഞാൻ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ഞാൻ അവിടെ നിന്ന് പോവാൻ നേരത്ത് ഒരു ചെറിയ കുട്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവന് ഫ്രോസ്റ്റ് ജയന്റ് ആവാനുള്ള വലിപ്പം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്രോസ്റ്റ് ജയൻസ് എല്ലാം അവനെ ഉപേക്ഷിച്ചതായിരുന്നു. ഞാൻ നോക്കിയപ്പോ നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ലോഫയും കൂട്ടരും നമ്മളോടൊരു യുദ്ധത്തിന് വരത്തില്ല. അങ്ങനെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോക്കിക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നത്. അപ്പൊ വെറുതെ അല്ല എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ തോറിനെ സ്നേഹിക്കുന്നത്. അവനെ രാജാവാക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഇതാണ്. കാരണം എന്നെ രാജാവാക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ രാക്ഷസന്മാരുടെ കൂട്ടത്തിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വല്ലാതെ ഓടിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾക്ക് തീരെ സഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. അയാൾ താഴേക്ക് വീണത് കാണുമ്പോൾ ലോക്കി ഉടൻ തന്നെ കാവൽക്കാരെ എല്ലാം അങ്ങോട്ട് വിളിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ അയാളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ജെയിനും കൂട്ടരും കൂടെ തോറിനെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. തോർ എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെയാണ് ജെയിൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തോറാണെങ്കിൽ അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയത്താണ് ആ ചുറ്റികയുടെ അടുത്ത് കൂടിയിരുന്ന ആളുകൾ 2-3 പേർ ആ റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. അവരവിടെ ഇരുന്നിട്ട് ആ ചുറ്റികയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ സാറ്റലൈറ്റിന്റെ ഒരു ഭാഗം ഭൂമിയിൽ വന്ന് വീണിട്ടുണ്ട്. അതിന്റെ ചുറ്റും ഒരുപാട് ആള് കൂടിയിരിക്കുകയാണ്. അത് അവിടെ നിന്ന് എടുത്തു മാറ്റാനൊന്നും പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് തന്റെ ചുറ്റികയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം എവിടെയാണ് ആ സാധനം വന്ന് വീണിരിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇവിടെ നിന്നും ഒരു 50 മൈൽ ദൂരെയാണ് എന്നാണ് അവര് മറുപടി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം ജെയിനും കൂട്ടരും അവന്റെ പുറകെ പോകുന്നുണ്ട്. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോ നിനക്കെന്നെ ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിന്റെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം എന്നാണ് തോർ പറയുന്നത്. അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ സെൽവിക ആണെങ്കിൽ അവൾ അതിൽ നിന്ന് തടയാണ്. ഇവൻ എങ്ങനെയുള്ള ആളാണ് എന്ന കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ അവന്റെ കൂടെ പോകുന്നത് അപകടമാണ് എന്നാണ് അയാൾ പറയുന്നത്. അവളുടെ മെന്റർ ആയതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് അനുസരിക്കാന്നല്ലാതെ അവൾക്ക് മറ്റൊരു നിവൃത്തിയില്ല. അവൾ വരുന്നില്ല എന്നറിയുമ്പോ എന്നാ ശരി ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് തോർ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജെയിനും കൂട്ടരും തിരിച്ചവരുടെ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ഷീൽഡിൽ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത്. കോൾസനും ടീമുമാണത്. അയാൾ പറയുന്നത് നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തോണ്ട് പോവാണ്. നമ്മുടെ ലോകത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ ജെയിൻ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഷീൽഡിൽ ആളുകളെ സെൽവികിന് നന്നായിട്ട് അറിയാം. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, നീ അവരെ തടയണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ വേഗം തന്നെ അവരവളുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഷീൽഡിൽ ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ജെയിനും കൂട്ടരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുകയാണ്. ജെയിന്റെ ഒരുപാട് നാളത്തെ റിസർച്ച് പേപ്പറും കാര്യങ്ങളാണ് ആ ഷീൽഡിലെ ആൾക്കാർ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും വിഷമത്തിലാണ്. അത് കാണുമ്പോൾ എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്. ആ ഷീൽഡിലെ ആളുകൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എനിക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഗാമ റേഡിയേഷന്റെ കാര്യത്തിൽ അയാൾ വളരെ എക്സ്പേർട്ട് ആയിരുന്നു. അയാളെക്കുറിച്ച് ഈ ഷീൽഡിലെ ആളുകൾക്ക് എന്തോ കുറെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അതിനെ തുടർന്ന് അവർ അയാളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആരും അയാളെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ഈ കാര്യത്തിൽ ഞാൻ തടഞ്ഞത്. നീ എന്തായാലും നിരാശപ്പെടല്ലേ. ഇവരുമായിട്ട് ബന്ധമുള്ള മറ്റൊരു സയന്റിസ്റ്റ് ഉണ്ട്. എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം. ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെ റിസർച്ച് പേപ്പറിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയാണ് സെൽവിക പറയുന്നത്. ഇതേ സമയം തന്നെ തോറിന്റെ വാരിയേഴ്സ് ഒക്കെ ഇപ്പോൾ ഓഡിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അവർ നോക്കുമ്പോൾ ഓഡിനല്ല അവിടെ ഇരിക്കുന്നത്, പകരം ലോക്കിയാണ്. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി. ഓഡിൻ എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ ഓഡിൻ സ്ലീപ്പിലാണ് എന്നാണ് ലോക്കി മറുപടി പറയുന്നത്. ഈ ഓഡിൻ സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ശക്തിയെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ഓഡിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു നീണ്ട ഉറക്കമാണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയെ ഞങ്ങൾക്കൊന്ന് കാണണം എന്നാണ് അവർ പറയുന്നത്. അതൊന്നും നടക്കത്തില്ല. അമ്മ അച്ഛന്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവരൊരിക്കലും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ അടുത്ത് പറയാം, കാരണം ഞാനാണ് ഇപ്പോൾ രാജാവ് എന്നാണ് ലോക്കി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ മുന്നിലൊന്ന് വണങ്ങാണ്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. തോറിനെ എങ്ങനെയെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് നടക്കത്തില്ല. അച്ഛൻ ഉറങ്ങുന്നതിന് മുമ്പേ അവസാനമായിട്ട് ഉത്തരവിട്ട ഒരു കാര്യമാണത്. അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ജോട്ടൻഹൈമുകാരുമായിട്ട് എപ്പോ വേണമെങ്കിലും ഒരു യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ആസ്ഗാർഡിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ എന്നൊക്കെയാണ് ലോക്കി
ലോക്കി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സെൽവിക് ഇപ്പോൾ അയാളുടെ ഒരു ലൈബ്രറിയിലേക്കാണ് ചെന്നിരിക്കുന്നത്. അവിടെ കുറെ പുസ്തകങ്ങളൊക്കെ അയാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകം ഈ ആസ്ഗാർഡിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. കുട്ടികളുടെ ഒരു കഥാപുസ്തകമാണത്. തോർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തമാശയായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. ഇതേ സമയം തന്നെ ജെയിൻ ആണെങ്കിൽ തോറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആ ഷീൽഡിലെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇനിയിപ്പോ തോറിനെ സഹായിക്കാമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവനെയും കൂട്ടി ആ ചുറ്റികയുള്ള സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നീ ആരാണ്, നീ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നീ വഴിയെ അറിഞ്ഞോളും എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഈ സമയം ലോക്കി ആണെങ്കിൽ ഓഡിൻ ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അവന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ പേര് ഫ്രിഗ എന്നാണ്. അച്ഛൻ ഉറക്കം ഉണരാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ലോക്കി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കത് അറിയത്തില്ല. ഒരുപാട് കാലമായി അദ്ദേഹം ഇങ്ങനെ ഒരു ഉറക്കത്തിലേക്ക് പോയിട്ട്. മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പ് എന്നോടത് മുൻകൂട്ടി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഉറക്കം എന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് എഴുന്നേൽക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പിന്നെ നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. നിന്റെ മനസ്സിൽ വിഷമം തോന്നാതിരിക്കാനാണ് നീ ഞങ്ങളുടെ മകനല്ല എന്ന കാര്യം ഞങ്ങൾ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. പക്ഷെ നിന്നെ എന്നും ഞങ്ങളൊരു മകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. മാത്രമല്ല തോറിനെ കുറിച്ച് ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട. അവൻ ഇവിടെ നിന്ന് പുറത്താക്കിയതിൽ അച്ഛൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടിട്ടുണ്ടാവും. ഒന്നും കാണാതെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്നൊക്കെയാണ് ഫ്രിഗ പറയുന്നത്. അതെല്ലാം കേട്ട് ലോക്കിയാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ജെയിൻ ആണെങ്കിൽ തോറിനെയും കൊണ്ട് ആ ചുറ്റിക കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഷീൽഡിലെ ആളുകളൊക്കെ അവിടെ ഒരു സെറ്റപ്പ് തന്നെ പണിതു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കാവൽക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോ നീ ഇവിടെ നിന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോയിക്കോളാം. എന്റെ ഹാമർ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ റിസർച്ചും സാധനങ്ങളൊക്കെ എടുത്തിട്ടേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോ അങ്ങനെ ചുമ്മാ നിനക്ക് അങ്ങോട്ട് പോയിട്ട് വരാനൊന്നും സാധിക്കത്തില്ല. അവിടെ അത്രയും സെക്യൂരിറ്റീസിനെ നീ കണ്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. ആ മ്യോൾനിയർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറന്നായിരിക്കും വരുന്നത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് കടക്കുകയാണ്. ഈ സമയം തന്നെ അതിനകത്തുള്ള ആൾക്കാരൊക്കെ ആ ചുറ്റിക എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ചുറ്റിക അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടർ ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്താണ് തോർ അതിന്റെ അകത്തേക്ക് കയറുന്നത്. അവനെ കാണുമ്പോൾ കുറെ ഏജന്റ്സ് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാവരെയും ഇടിച്ചിട്ട് അവൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കോൾസിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഏജന്റ് ഒരു ക്രെയിനിൽ കയറി മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് ക്ലിന്റ് ബാർട്ടൺ. ഷീൽഡിലെ ഏജൻസിൽ ഒരു പുലിക്കുട്ടിയാണവൻ. കോൾസിന്റെ നിർദ്ദേശപ്രകാരം തോറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് തോർ ആ ചുറ്റികയുടെ അടുത്തെത്തി. ഈ സമയം അവനെ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ക്ലിന്റ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ വേണ്ട, അവൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം എനിക്കൊന്ന് കാണണം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്നാണ് കോൾസം പറയുന്നത്. അങ്ങനെ തോർ പെട്ടെന്ന് തന്നെ ആ ചുറ്റിക അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. പക്ഷെ അവന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവനത് പൊക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് നേരം അവനത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഷീൽഡിലെ ആളുകളൊക്കെ വേഗം തന്നെ അങ്ങോട്ട് വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവൻ പുറത്തേക്ക് വരാത്തത് കാണുമ്പോൾ ജെയിൻ ആണെങ്കിൽ സെൽവികിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അയാൾ അവളെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ സെൽവികും കൂട്ടരും അവരുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് തോറിനെ കുറിച്ചിട്ടുള്ള ആ പുസ്തകം അയാൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതെല്ലാം തുറന്നു നോക്കുമ്പോൾ തോർ പറഞ്ഞ ആ ചുറ്റികയുടെ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് ജെയിൻ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. തോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പൊ അവൻ പറഞ്ഞത് ശരിയായിക്കൂടെ എന്നാണ് അവള് ചോദിക്കുന്നത്. നീ എന്ത് മണ്ടത്തരമാണ് ജെനി പറയുന്നത്? നീ ഒരു സയന്റിസ്റ്റ് അല്ലേ? ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. മാത്രമല്ല ഇതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും മാജിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതൊന്നും ഒരിക്കലും ശരിയായിരിക്കത്തില്ല എന്നാണ് സെൽവിക പറയുന്നത്. അത് കേൾക്കുമ്പോ നമ്മുടെ പൂർവികരാണ് ഇതിനെ മാജിക് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് മാജിക് അല്ല, ഇതെല്ലാം ശാസ്ത്രമാണ്. അതുകൊണ്ട് തോർ പറഞ്ഞതെല്ലാം സത്യമാവാനേ വഴിയുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും അവൻ അവിടെ നിന്ന് രക്ഷിക്കണം എന്നാണ് ജെയിൻ പറയുന്നത്. ഈ സമയം തന്നെ തോർ ആണെങ്കിൽ ഷീൽഡിന്റെ കസ്റ്റഡിയിലാണ്. കോൾസൺ ഇപ്പോൾ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ കാണുമ്പോൾ അവനൊരു തീവ്രവാദിയാണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. നിന്നെ ഏത് ഏജൻസിയാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തോർ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയത്താണ് കോൾസൺ ഒരു കോള് വരുന്നതും അയാൾ അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോ ലോക്കി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോക്കിയെ കാണുമ്പോൾ തോറിനാകെ അത്ഭുതമായി. നീ എങ്ങനെയെങ്കിലും എന്നെ അച്ഛന്റെ അടുത്തേക്ക് എത്തിക്കണം. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ എന്നെ അച്ഛന്റെ അടുത്തേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് തോർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനി നടക്കത്തില്ല തോർ. നമ്മുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. നീ അവിടെ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അച്ഛൻ മരിച്ചതിനെ തുടർന്ന് അമ്മ നല്ല ദേഷ്യത്തിലാണ്. നിന്നെ ഒരിക്കലും അങ്ങോട്ട് ഇനി തിരിച്ചു വിളിക്കരുത് എന്നാണ് അമ്മ
നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോക്കി പറയുന്നത്. അതെല്ലാം കേട്ട് തോർ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോക്കി വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ച് ആസ്ഗാർഡിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ലോക്കി ആ ചുറ്റിക എടുക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ടും അത് പൊക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ സെൽവിക ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ ഞങ്ങളുടെ റിസർച്ച് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവൻ ശരിക്കും ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് അതിക്രമിച്ച് കയറിയത്. ദയവ് ചെയ്ത് നിങ്ങൾ അവനെ വെറുതെ വിടണം എന്നൊക്കെയാണ് സെൽവിക പറയുന്നത്. മാത്രമല്ല തോറിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു ID കാർഡും കൂടെ അയാൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ കോൾസൺ അതൊക്കെ വിശ്വാസമായി. അങ്ങനെ കോൾസൺ തോറിനെ സെൽവിക്കിന്റെ കൂടെ പറഞ്ഞു വിടാണ്. പോകുന്ന വഴിക്ക് ജെയിന്റെ ഒരു പുസ്തകം കൂടെ അവൻ നൈസായിട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ സെൽവിക്ക് തോറിനെയും കൊണ്ട് പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം അയാൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ നിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്, ജെയിൻ പറഞ്ഞിട്ടാണ്. അവള് നിന്നെ പുറത്തേക്ക് ഇറക്കി എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ പറയാം, ഒരു കാരണവശാലും നീ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നൊക്കെയാണ് സെൽവിക്ക് പറയുന്നത്. തോറാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലോക്കി ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ജോട്ടൻഹൈമിലേക്കാണ്. ആ ലോഫെ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെ കാണുമ്പോൾ ലോക്കി സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നിങ്ങളുടെ ആളുകൾ ആസ്ഗാർഡിലേക്ക് പ്രവേശിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയമില്ലേ? അവരെ അങ്ങോട്ട് കയറ്റിവിട്ടത് ഞാനാണ്. അന്നായിരുന്നല്ലോ തോറിന്റെ കിരീടധാരണം. അത് മുടക്കണം, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം, എന്റെ അച്ഛൻ ഇപ്പോൾ ഒരു സ്ലീപ്പിലാണ്. നിങ്ങളെ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ചാമ്പറിലേക്ക് എത്തിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്യാം. ഓഡിൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി സോഴ്സായ ആ കാസ്കറ്റും ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്രാജ്യം പഴയ രീതിയിൽ തന്നെ ആക്കാനും സാധിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ലോക്കി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോഫെ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ലോക്കി തിരിച്ച് ആസ്ഗാർഡിലേക്ക് തന്നെ എത്തി. ഈ സമയം ഹൈൻഡാൽ അവിടെ നിൽക്കുന്നുണ്ട്. ലോക്കിയെ കാണുമ്പോൾ അയാൾ ഒരു കാര്യം പറയാൻ തുടങ്ങി. നീ ജോട്ടൻഹൈമിലേക്കാണ് പോയത് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നീ സംസാരിച്ചത് എന്താണെന്നോ നീ അവിടെ എന്തൊക്കെയാണോ ചെയ്തത് എന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നിന്നെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് ആസ്ഗാർഡിലേക്ക് ആ ഫ്രോസ്റ്റ് ജെയിൻസ് ഒക്കെ അതിക്രമിച്ച് കയറിയപ്പോഴും അവരെയും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഹൈംഡാൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, ചിലപ്പോൾ നിന്റെ പവറൊക്കെ ക്ഷയിക്കാൻ തുടങ്ങിയതായിരിക്കും അതിന് കാരണം എന്നാണ് ലോക്കി പറയുന്നത്. മാത്രമല്ല ലോക്കി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ സ്ലീപ്പിലായതുകൊണ്ട് തന്നെ ഞാനാണ് ഇനി ഇവിടുത്തെ രാജാവ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് നീ അനുസരിക്കേണ്ടത്. തോറുണ്ടാക്കിയ നഷ്ടങ്ങൾ നികത്തുന്നത് വരെ ഒരു കാരണവശാലും ഈ ബ്രിഡ്ജ് ആർക്കും തുറന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അവൻ പറയുന്ന അനുസരിക്കാന്നല്ലാതെ അയാൾക്ക് മറ്റൊരു വഴിയുമില്ല. ഇതേ സമയം തന്നെ തോർ ജെയിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവൻ വേഗം തന്നെ അവളുടെ ആ പുസ്തകം തിരിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോൾ ഇനി ഇത് കിട്ടിയിട്ട് എന്തിനാണ്, ഞാൻ ഇനി എന്തൊക്കെ റിസർച്ച് നടത്തിയാലും ഷീൽഡിലെ ആളുകളൊക്കെ അത് ഉറപ്പായിട്ടും തടയും. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അരുത് ജെയിൻ, നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി വളരെ കറക്റ്റാണ്. നിന്റെ പൂർവികർ മാജിക് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ശാസ്ത്രമായിട്ടാണ് കാണുന്നത്. അത് സത്യമാണ്. ഈ മാജിക്കും ശാസ്ത്രവും ഒരുമിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ കണ്ടുപിടിച്ചതെല്ലാം കറക്റ്റാണ്. നിങ്ങളുടെ ഈ ഭൂമിയുണ്ടല്ലോ, ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് മിഡ്ഗാർഡ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 9 ഗ്രഹങ്ങളുണ്ട്. അതിലൊരു ലോകത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ലോകത്തിനെ പറയുന്നത് ആസ്ഗാർഡ് എന്നാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തോർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വളരെ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ ആസ്ഗാർഡിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറിന്റെ വാരിയേഴ്സ് ആണത്. എങ്ങനെയെങ്കിലും നമുക്ക് തോറിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം, അതിനുടനെ തന്നെ നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഹൈംഡാൽ അത് അറിഞ്ഞിട്ടുണ്ട്. അയാൾ വേഗം തന്നെ ആളെ വിട്ട് അവരെ അയാളുടെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. അതിനുശേഷം അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് ബ്രിഡ്ജ് തുറന്നു നിന്നാലല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം അവിടെ നിന്ന് പോവാണ്. അതൊക്കെ കണ്ട് അവർക്കാണെങ്കിൽ ആകെ നിരാശയായി. ഈ സമയത്താണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. ഹൈംഡാലിന്റെ വാൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ഭൂമിയിലേക്കുള്ള ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് പോവാണ്. ഈ സമയം ആ ബ്രിഡ്ജ് ഓപ്പൺ ആയ കാര്യം ലോക്കി അറിഞ്ഞിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ കാസ്കറ്റിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം ആ ഡെസ്ട്രോയറിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. ലോക്കി അവനോട് പറയുന്നത് ഒരു കാരണവശാലും തോർ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല, ആ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചേക്ക് എന്നാണ് അവൻ ഡെസ്ട്രോയറിന് നിർദ്ദേശം കൊടുക്കുന്നത്.
ഈ സമയം തോറിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ വേഗം തന്നെ തോറിന്റെ അടുത്തേക്ക് ചെല്ലാണ്. പെട്ടെന്ന് അവരങ്ങോട്ട് വന്നു കണ്ട് തോറിനും ശരിക്കും സന്തോഷമായി. ജെയിനും കൂട്ടരും അവരുടെ ആ ലുക്കൊക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം അവർ സംസാരിക്കാൻ തുടങ്ങി. നീ വേഗം റെഡിയാവ്, നിന്നെ ഉടനെ തന്നെ ആസ്ഗാർഡിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്, പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. നീ എന്തൊക്കെയാണ് തോറി പറയുന്നത്? നിന്റെ അച്ഛൻ മരിച്ചെന്നോ? അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് എന്നാണ് അവര് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോ അപ്പൊ ലോക്കിയാണ് ഇതിനെല്ലാത്തിനും പുറകിൽ എന്ന കാര്യം തോറിന് മനസ്സിലായി. അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ലോക്കി ആണെങ്കിൽ നേരെ പോകുന്നത് ഹൈംഡാലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ലോക്കി കാരണമാണ് ആ ഫ്രോസ്റ്റ് ജെയിൻസ് ആ കൊട്ടാരത്തിലേക്ക് അതിക്രമിച്ച് കയറിയത് എന്ന കാര്യം ഹൈംഡാലിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് തോറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയാൾ ആ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയത്. അങ്ങനെ ലോക്കി അവന്റെ മുന്നിലേക്ക് വരുമ്പോ അയാൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജ് വഴിയല്ലാതെ എങ്ങനെയാണ് നീ അവരെ അകത്തേക്ക് കയറ്റിയത് എന്നാണ് ഹൈംഡാൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ നിന്റെ വിചാരം എല്ലാ ലോകങ്ങളിലേക്കും പോവാൻ ഈ ബ്രിഡ്ജ് മാത്രമേ ഒരു വഴിയായിട്ടുള്ളൂ എന്നാണോ? എന്നാൽ നിനക്ക് തെറ്റി. എല്ലാ ലോകങ്ങളിലേക്കും പോവാൻ പല വഴികളുമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു രാജാവായ സ്ഥിതിക്ക് ഇനി എനിക്ക് ഊടുവഴിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നീ ഇപ്പോൾ ഒരു രാജ്യദ്രോഹിയാണ്, അതുകൊണ്ട് നിന്നെ നിന്റെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടാണ് എന്നാണ് ലോക്കി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹൈംഡാൽ ലോക്കിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ലോക്കിയാണെങ്കിൽ ആ കാസ്കറ്റ് കയ്യിലെടുക്കുകയാണ്. അത് വെച്ചിട്ട് അവൻ ഉടനെ തന്നെ ആ ഹൈംഡാലിനെ മൊത്തത്തിൽ ഐസാക്കി മാറ്റുന്നു. ഇതേ സമയം തന്നെ ആ ഡെസ്ട്രോയർ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുകളിൽ നിന്നും ആരോ താഴേക്ക് വരുന്നത് കാണുമ്പോൾ കോൾസനും ടീമും അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരെ കാണുമ്പോൾ ഡെസ്ട്രോയർ അവർക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ഡെസ്ട്രോയർ വേഗം ചെന്ന് ആ സിറ്റി മൊത്തത്തിൽ നശിപ്പിക്കാൻ തുടങ്ങി. ഈ സമയം തോർ അവന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കിപ്പോ പവറുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് ഫൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. നിങ്ങൾ ചെന്നിട്ട് അവന്റെ കാര്യം നോക്ക്, അതിനിടയിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഒഴിപ്പിച്ചോളാം എന്നാണ് തോർ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആ ഡെസ്ട്രോയറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അവൻ ശക്തമായിട്ട് ഫയർ ചെയ്യുന്നോണ്ട് തന്നെ തോറിന്റെ ഫ്രണ്ട്സിന് ആർക്കും അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാവരെയും ആ ഡെസ്ട്രോയർ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ തോർ വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ വേഗം തന്നെ ആസ്ഗാർഡിലേക്ക് ചെല്ല്, എന്നിട്ട് ലോക്കിയെ തടയാൻ ശ്രമിക്കുക. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് തോർ പറയുന്നത്. അങ്ങനെ അവരെ മാറ്റി നിർത്തിയതിനു ശേഷം തോർ വേഗം ആ ഡെസ്ട്രോയറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൻ ലോക്കി അടുത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്താണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ നിനക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള രീതിയിൽ ഞാൻ എന്താണ് നിന്നോട് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ ഗ്രഹത്തിലുള്ളവരെ നീ ഒന്നും ചെയ്യരുത്. ഇവരെല്ലാവരെയും നീ വെറുതെ വിടണം. എന്നെ വേണമെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം എന്നൊക്കെയാണ് തോർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോക്കി അതിന് സമ്മതിക്കുകയാണ്. പക്ഷെ അവൻ തോറിനെ വെറുതെ വിടുന്നില്ല. പെട്ടെന്ന് തന്നെ ഡെസ്ട്രോയർ തോറിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അവൻ തെറിച്ചു വീണെന്ന് കാണുമ്പോൾ ജെയിൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഈ ലോകത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അവൻ കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം സ്ലീപ്പിൽ കിടക്കുന്ന ഓഡിനും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തോറിന് മൊത്തത്തിലൊരു മാറ്റം വന്നു എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവന്റെ ശക്തിയെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ശക്തിയെല്ലാം തിരിച്ചു കൊടുത്ത ഉടനെ ആ ചുറ്റിക അവിടെ നിന്ന് ഇളകാൻ തുടങ്ങി. അത് വളരെ വേഗത്തിൽ തോറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോർ പെട്ടെന്ന് തന്നെ അത് ചാടിപ്പിടിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ അവന്റെ പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. അതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ തോർ വേഗം എഴുന്നേറ്റ് ചെന്നിട്ട് ആ ഡെസ്ട്രോയറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ അവിടെ ആകാശത്ത് ആ ചുറ്റിക വെച്ച് വലിയൊരു ചുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്കാണ് അവൻ ഡെസ്ട്രോയറിനെ വലിച്ചെടുക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തെ ഫൈറ്റിന് ശേഷം അവൻ ഡെസ്ട്രോയറിനെ അടിച്ച് താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ നശിപ്പിച്ചു കഴിഞ്ഞ് തോർ നേരെ ചെല്ലുന്നത് ജെയിന്റെ അടുത്തേക്കാണ്. അവന്റെ ആ രൂപമൊക്കെ കണ്ട് അവളും ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് കോൾസനും ടീമും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതായിരുന്നല്ലേ നിന്റെ യഥാർത്ഥ രൂപം? ഇതിനെക്കുറിച്ച് എന്താണ് നീ ഞങ്ങളോട് പറയാതിരുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചതിന് ശേഷം അവൻ ജെയിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നീയല്ലേ ആ ബ്രിഡ്ജ് നിനക്ക് കാണണമെന്ന് പറഞ്ഞത്? നിന്നെ ഞാൻ ഉടനെ അത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ അവരെല്ലാവരും ആ ബ്രിഡ്ജ് ഓപ്പൺ ആവുന്ന സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം അവർ ഹൈംഡാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈംഡാലിന് ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഇപ്പോൾ ഐസിനകത്താണല്ലോ. അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ ഐസ് എല്ലാം പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയത്തെ ശ്രമത്തിന് ശേഷം അയാൾ ആ ഐസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ലോക്കി ആണെങ്കിൽ ആ ഫ്രോസ്റ്റ് ജെയിൻസിനെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഹൈംഡാൽ വേഗം തന്നെ അവരെല്ലാവരും ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അയാൾ ഭൂമിയിലേക്കുള്ള ബ്രിഡ്ജ് ഓപ്പൺ ആക്കുന്നു.
ഈ സമയം തോർ വീണ്ടും ജെയിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഉടനെ തന്നെ ആസ്ഗാർഡിലേക്ക് പോകണം, പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം, ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്കൊരു കിസ് കൊടുക്കുകയാണ്. അതിനുശേഷം അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ പെട്ടെന്ന് തന്നെ ആസ്ഗാർഡിലേക്ക് പോകുന്നു. ഈ സമയം തന്നെ ലോഫയും കൂട്ടരും കൂടെ ഓഡിനെ കൊല്ലാൻ വേണ്ടി അയാളുടെ ചാമ്പറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഫ്രിഗ അവിടെ ഇരിക്കുന്നുണ്ട്. അവരങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ ഫ്രിഗ അവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ലോഫയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ ഇടിച്ച് താഴേക്കിടാണ്. അങ്ങനെ അയാൾ നേരെ ചെല്ലുന്നത് ഓഡിന്റെ അടുത്തേക്കാണ്. പക്ഷെ അയാൾ ഓഡിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ലോക്കി അങ്ങോട്ട് വരുന്നത്. ലോക്കി ഇവിടെ ലോഫയെ ചതിക്കുകയാണ്. അവൻ വേഗം തന്നെ അവന്റെ ആ സ്പിയർ വെച്ചിട്ട് അയാളെ കൊന്നു കളയുന്നു. അതെല്ലാം കാണുമ്പോൾ ഫ്രിഗയ്ക്കാണെങ്കിൽ ശരിക്കും ആശ്വാസമായി. അവർ വേഗം ചെന്നിട്ട് ലോക്കിയെ കെട്ടിപ്പിടിക്കുകയാണ്. നീയാണ് അച്ഛനെ രക്ഷിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനിടയിലാണ് തോർ അങ്ങോട്ട് വരുന്നത്. തോർ ശരിക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നീ എന്തിനാണ് എന്നെയും എന്റെ ഫ്രണ്ട്സിനെയും കൊല്ലാൻ വേണ്ടി ആ ഡെസ്ട്രോയറിനെ അയച്ചത് എന്നാണ് തോർ ചോദിക്കുന്നത്. ലോക്കി അങ്ങനെ ചെയ്തതെന്ന് അറിയുമ്പോൾ അവരുടെ അമ്മയ്ക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയം ലോക്കി സംസാരിക്കാൻ തുടങ്ങി. അച്ഛന്റെ അവസാനത്തെ ഉത്തരവായിരുന്നു നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന്. അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആ ജോട്ടൻഹൈം എന്ന സാമ്രാജ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. ഞാൻ അതിനുവേണ്ടി പോവാണ്, എന്നെ നീ തടയാൻ നിൽക്കരുതെന്നും പറഞ്ഞിട്ട് ലോക്കി അവന് നേരെ ഫയർ ചെയ്യാണ്. അതിൽപ്പെട്ട് തോറാണെങ്കിൽ ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ലോക്കി നേരെ പോകുന്നത് ആ ബൈഫ്രോസ്റ്റ് ഓപ്പൺ ആക്കുന്ന സ്ഥലത്തേക്കാണ്. അതിനുശേഷം അവൻ വേഗം തന്നെ ആ ജോട്ടൻഹൈമിലേക്ക് ആ ബ്രിഡ്ജ് തുറക്കുകയാണ്. എന്നിട്ട് ആ ലോകം മൊത്തം നശിപ്പിക്കാൻ വേണ്ടി അവൻ അവിടെ ഐസൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് തോർ അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ നീ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ജോട്ടൻഹൈമിലേക്ക് ഞാനിപ്പോൾ ആ ബ്രിഡ്ജ് തുറന്നിട്ടുണ്ട്, ഇനി ആ ലോകം നശിക്കുന്നത് വരെ ഈ ബ്രിഡ്ജ് ഇങ്ങനെ തുറന്നു കിടക്കും എന്നാണ് ലോക്കി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ലോക്കി ഇങ്ങനെ ചെയ്യുന്നത്? അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്, ഇത് അവരുടെ വംശത്തിന് തന്നെ നാശം ഉണ്ടാക്കും, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് തോർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അച്ഛൻ ഉണരുമ്പോ അച്ഛൻ അറിയണം ഞാനാണ് അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന്. അദ്ദേഹത്തിന് വേണ്ടി ഒരു വംശത്തെ തന്നെ ഞാൻ ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ എന്നെ ആയിരിക്കും അടുത്ത രാജാവായിട്ട് വാഴിക്കാൻ പോകുന്നത്. പിന്നെ നീ എന്ന് മുതലാ നന്നായി തുടങ്ങിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഓ, ഭൂമിയിലുള്ള ആ പെണ്ണ് കാരണമാണോ നിനക്കിങ്ങനെ മാറ്റം വന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഭൂമിയിലേക്കൊന്ന് പോകുന്നുണ്ട്, അവളുടെ പണി ഞാൻ അവിടെ വെച്ച് തീർത്തോളാം എന്നൊക്കെയാണ് ലോക്കി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ തോറിന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ വേഗം ചെന്നിട്ട് ലോക്കിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ലോക്കി വളരെ ദൂരേക്കാണ് തെറിച്ചു വീഴുന്നത്. അവനിപ്പോൾ ആ ബ്രിഡ്ജിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ സമയം തോറാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി വേഗം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അതും ലോക്കി കാണിച്ചൊരു മാജിക് ആയിരുന്നു. അവൻ ഉടനെ തന്നെ അവന്റെ പല രൂപങ്ങളെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ചേർന്നിട്ട് തോറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ തോറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചുറ്റിക വെച്ചിട്ട് എല്ലാത്തിനും ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അതിനുശേഷം ആ ചുറ്റിക എടുത്ത് അവൻ ലോക്കിയുടെ നെഞ്ചത്താണ് വെക്കുന്നത്. ലോക്കിക്ക് ഇപ്പോ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തോർ നേരെ ചെല്ലുന്നത് ആ ബ്രിഡ്ജ് അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്. പക്ഷെ അവിടെ നിന്ന് ശക്തമായിട്ടുള്ള എനർജി വരുന്നതുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് ആ ചുറ്റിക എടുക്കാണ്. അതിനുശേഷം ആ ബ്രിഡ്ജ് തല്ലി പൊളിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ലോക്കിക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ എന്തൊക്കെയാണ് തോർ ഈ കാണിക്കുന്നത്? ഈ ബ്രിഡ്ജ് എങ്ങാനും നീ തകർത്ത് കളഞ്ഞാൽ പിന്നെ നിനക്ക് ഭൂമിയിലേക്ക് പോകാൻ പറ്റത്തില്ല, ആ പെണ്ണിനെയും നിനക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് തകർക്കരുത് എന്നാണ് ലോക്കി പറയുന്നത്. പക്ഷെ തോർ അതിന് സമ്മതിക്കുന്നില്ല. ജോട്ടൻഹൈം എന്ന ലോകം നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ലോക്കി അവന്റെ സ്പിയർ എടുത്തിട്ട് തോറിനെ കുത്താൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷെ അപ്പോഴേക്കും തോർ ആ ബ്രിഡ്ജ് മൊത്തത്തിൽ തകർത്ത് കളയുന്നു. അതോടൊപ്പം തന്നെ അവർ രണ്ടുപേരും തെറിച്ച് താഴേക്ക് വീഴാണ്. പെട്ടെന്നാണ് ഓടിന് എഴുന്നേൽക്കുന്നത്. അയാൾ വേഗം തന്നെ അങ്ങോട്ട് വന്നിട്ട് ലോക്കിയുടെ ആ കുന്തത്തിലാണ് പിടിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ അതിൽ തൂങ്ങി നിൽക്കുകയാണ്. അച്ഛൻ എഴുന്നേറ്റ് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ലോകം നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് ലോക്കി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ചെയ്തത് തെറ്റാണ് എന്നാണ് ഓഡിൻ പറയുന്നത്. അയാൾ അങ്ങനെ പറയും എന്ന കാര്യം ലോക്കി തീരെ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ അവൻ ആ കുന്തത്തിൽ നിന്നുള്ള പിടിവിടാണ്. അതോടൊപ്പം തന്നെ അവൻ നേരെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് തോറാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ജെയിനും കൂട്ടരും തോർ തിരിച്ചു വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ കുറെ സമയമായിട്ടും ആ ബ്രിഡ്ജ് താഴേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും വിഷമത്തിലാണ്. അവൻ ഇനി തിരിച്ചു വരത്തില്ല എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. വളരെ വിഷമത്തോടെ അവൾ സെൽവികിന്റെ കൂടെ തിരിച്ചു പോവാണ്. അങ്ങനെ എല്ലാവരും കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ഈ സമയം തോറാണെങ്കിൽ അവന്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇപ്പോഴതൊക്കെ തിരിച്ചറിയുന്നു. ഞാൻ ഇപ്പോൾ നല്ലൊരു രാജാവായിരിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ നല്ലൊരു രാജാവായിരിക്കും. ഞാൻ കാരണം എന്നും നിങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് തോർ പറയുന്നത്. അടുത്തതായിട്ട് തോർ നേരെ ചെല്ലുന്നത് ഹൈംഡാലിന്റെ അടുത്തേക്കാണ്. അയാളിപ്പോ ആ പൊട്ടിയ ബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടല്ലേ എന്നാണ് തോർ ചോദിക്കുന്നത്. ഏയ്, ഒരിക്കലുമില്ല. എന്നെങ്കിലും
നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കും. നീ പ്രതീക്ഷ കൈവിടണ്ട എന്നാണ് ഹൈംഡാൽ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിപ്പോ ജെയിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തോർ വീണ്ടും ചോദിക്കുന്നു. അവളിപ്പോ നിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹൈംഡാൽ മറുപടി പറയുന്നത്. അത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് തോർ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. നിക് ഫ്യൂരി ഇപ്പോൾ ആ സെൽവികിനെ അയാളുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സെൽവിക് അയാളെ കാണുന്നത്. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ഈ ഷീൽഡിന്റെ മേധാവി? എന്തിനാണ് ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് എന്നാണ് സെൽവിക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിക് ഫ്യൂറി ആണെങ്കിൽ ഒരു ബോക്സ് ആണ് അയാളെ കാണിക്കുന്നത്. അതിനകത്ത് അതിശക്തമായ ഒരു എനർജി സോഴ്സ് ഉണ്ട്. ഒരു ക്യൂബിന്റെ രൂപത്തിലാണ് അതിരിക്കുന്നത്. ഇതിനെ പറയുന്നത് ടെസറാക്ട് എന്നാണ്. നിങ്ങൾ ഇത് കണ്ടോ? ഒരിക്കലും നിലയ്ക്കാത്ത ഒരു എനർജി സോഴ്സ് ആണിത്. ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ കണ്ടെത്തണം എന്നാണ് നിക് ഫ്യൂറി പറയുന്നത്. അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക്കി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവൻ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. പക്ഷെ ആർക്കും അവനെ കാണാൻ സാധിക്കുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നാണ് സെൽവിക് അതിന് മറുപടി പറയുന്നത്. പക്ഷെ ആ മറുപടി അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ലോക്കിയാണ്. അയാൾ ആ മറുപടി പറയുന്നത് കേട്ട് ലോക്കിയാണെങ്കിൽ ചിരിച്ചോണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.